നഗരത്തിലെ തിരക്കേറിയ വീഥികളിൽ സന്ധ്യാവെളിച്ചം പടർന്നു തുടങ്ങിയിരുന്നു. ജനാലയുടെ അടുത്തുനിന്ന് ദൂരേക്ക് നോക്കി നിൽക്കുകയായിരുന്നു രമ്യ. അവളുടെ മനസ്സിൽ അലതല്ലുന്ന ചിന്തകൾക്ക് പുറത്തെ ട്രാഫിക്കിനേക്കാൾ വേഗതയുണ്ടായിരുന്നു. ഇന്ന് തങ്ങളുടെ 1ാം വിവാഹ വാർഷികമാണ്. കൃത്യം 1 വർഷം മുൻപ് ഇതേ ദിവസം ആയിരക്കണക്കിന് സ്വപ്നങ്ങളുമായി അർജുന്റെ കൈപിടിച്ച് ആ പന്തലിൽ നിൽക്കുമ്പോൾ അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല ഇത്ര പെട്ടെന്ന് തന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി പോകുമെന്ന്. പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു അർജുനും രമ്യയും. വീട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചാണ് രമ്യ അർജുനൊപ്പം ഇറങ്ങിത്തിരിച്ചത്. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും രമ്യയെ എന്നുള്ള അവന്റെ ഓരോ വാക്കുകളും അന്നവൾക്ക് വേദവാക്യങ്ങളായിരുന്നു. എന്നാൽ വിവാഹശേഷം മാസങ്ങൾ പിന്നിട്ടതോടെ അർജുന്റെ മുഖംമൂടി പതിയെ അഴിഞ്ഞു തുടങ്ങി. രാത്രി വീട്ടിൽ വൈകിയെത്തുന്ന അർജുൻ പലപ്പോഴും ഫോണിൽ രഹസ്യമായി ആരോടൊക്കെയോ സംസാരിക്കുന്നത് രമ്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവന്റെ ഫോൺ എപ്പോഴും ലോക്കായിരുന്നു. രമ്യ ചോദിക്കുമ്പോൾ എപ്പോഴും അവൻ പറയും, ഓഫീസിലെ തിരക്കുകളാണ്, നിനക്കിതൊന്നും മനസ്സിലാവില്ല എന്ന്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവന്റെ വാട്സപ്പിൽ കണ്ട ചില മെസ്സേജുകൾ രമ്യയെ ഞെട്ടിച്ചു. അജ്ഞാതരായ സ്ത്രീകളുമായി അവൻ നടത്തുന്ന അവിഹിത ബന്ധത്തിന്റെയും ലൈംഗിക ചുവയുള്ള സംഭാഷണത്തിന്റെയും തെളിവുകളായിരുന്നു ആ മെസ്സേജുകൾ. അന്ന് അവൾ അത് ചോദ്യം ചെയ്തപ്പോൾ അവൻ അവിടെ വലിയൊരു വഴക്കു തന്നെ ഉണ്ടാക്കി. ഒടുവിൽ താൻ ഇത് ആവർത്തിക്കില്ല എന്ന് സത്യം ചെയ്ത് അവളുടെ കാല് പിടിച്ച് കരഞ്ഞപ്പോൾ സ്നേഹം കൊണ്ട് അവൾ അത് ക്ഷമിച്ചു. പക്ഷെ ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. രാവിലെ മുതൽ അർജുൻ നല്ല ആവേശത്തിലായിരുന്നു. ഇന്ന് നമ്മുടെ 1ാം ആനിവേഴ്സറി അല്ലേ, വൈകുന്നേരം നമുക്ക് പുറത്തു പോകണം, വൈകിട്ട് ഞാൻ നേരത്തെ എത്തും എന്ന് പറഞ്ഞാണ് അവൻ ഓഫീസിലേക്ക് പോയത്. രമ്യ അവൻ ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി കാത്തിരുന്നു. നീല നിറത്തിലുള്ള ആ പട്ടുസാരി ഉടുത്ത് അവൾ കണ്ണാടി നോക്കി ചിരിച്ചു. അർജുനോടൊപ്പം ഇന്ന് ചിലവഴിക്കാൻ പോകുന്ന സുന്ദരമായ നിമിഷങ്ങൾ അവൾ സ്വപ്നം കണ്ടു. സമയം വൈകുന്നേരം 5 മണിയോടടുത്തു. അർജുനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. 6 മണിയായപ്പോൾ അവൻ തിരിച്ചു വിളിച്ചു. രമ്യേ, സോറിടാ, ഓഫീസിൽ പെട്ടെന്നൊരു ഓഡിറ്റ് വന്നു. വലിയ തിരക്കാണ്, ഫയലുകൾ തീർക്കാതെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, നീ വിഷമിക്കണ്ട, ഞാൻ എന്തായാലും 9 മണിക്കുള്ളിൽ ഇറങ്ങാൻ നോക്കാം. അവന്റെ ശബ്ദത്തിൽ എന്തോ വലിയ പരിഭ്രമമുള്ളതായി രമ്യക്ക് തോന്നി. 7 മണി കഴിഞ്ഞപ്പോൾ രമ്യയുടെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി. അവൾ അർജുന്റെ സുഹൃത്തും അവന്റെ കൊളീഗുമായ വിനീതിനെ വിളിച്ചു. വിനീത്, അർജുൻ അവിടെ തിരക്കിലാണോ? കുറെ നേരമായി അവൻ വരാമെന്ന് പറയുന്നു. വിനീത് കുറെ നേരം മിണ്ടാതിരുന്നു. പിന്നീട് അവൻ പറഞ്ഞു, രമ്യേ, സത്യത്തിൽ ഇന്ന് ഓഫീസിൽ ഓഡിറ്റ് ഒന്നുമില്ല. അർജുൻ ഉച്ചയ്ക്ക് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയല്ലോ. അവന്റെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. IT പാർക്കിൽ വർക്ക് ചെയ്യുന്ന സിന്ധു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ സിറ്റിക്ക് പുറത്ത് ഒരു റിസോർട്ടിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. വിനീതിന്റെ വാക്കുകൾ രമ്യയുടെ കാതുകളിൽ ഒരു ഇടുത്തി പോലെ പതിച്ചു. അവളുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. നെഞ്ചിലൊരു ഭാരം ഉരുണ്ടുകൂടുന്നത് പോലെ അവൾക്ക് തോന്നി. താൻ സ്നേഹിച്ച പുരുഷൻ, തനിക്ക് വേണ്ടി ലോകത്തെ വെല്ലുവിളിച്ചവൻ, ഇന്ന് തങ്ങളുടെ വിവാഹ വാർഷികം മറ്റൊരു സ്ത്രീയുമായി ആഘോഷിക്കുകയാണ്. ആ നിമിഷം രമ്യയിൽ ആളിപ്പടർന്നത് വിഷമമോ സങ്കടമോ ആയിരുന്നില്ല, മറിച്ച് കഠിനമായ വെറുപ്പായിരുന്നു. കരഞ്ഞ് തളർന്നിരിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അർജുൻ തന്നെ ചതിച്ചുവെന്ന് അവൾക്ക് 100% ഉറപ്പായി. അവൾ വേഗം എഴുന്നേറ്റു. അലമാര തുറന്ന് അവളുടെ സർട്ടിഫിക്കറ്റുകളും കുറച്ച് വസ്ത്രങ്ങളും ബാഗിലാക്കി. അർജുൻ അവൾക്ക് സമ്മാനിച്ച ആഭരണങ്ങളെല്ലാം ഊരി അവൾ മേശപ്പുറത്ത് വെച്ചു. അവൻ അവൾക്ക് വിവാഹ വാർഷികത്തിന് സമ്മാനിച്ച ആ നീലസാരിയും ഊരി അവൾ മേശപ്പുറത്ത് വെച്ചു. ഇപ്പോൾ അവൾക്ക് പോകാൻ ഒരിടം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അർജുനു വേണ്ടി അവൾ ഉപേക്ഷിച്ച തന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക്. പക്ഷേ താൻ പോകുന്നതിന് മുൻപ് അർജുന് അവൻ അർഹിക്കുന്ന ഒരു മറുപടി നൽകണം. രമ്യ ഒരു പേനയും പേപ്പറും എടുത്ത് അർജുന് ഒരു കത്തെഴുതാനിരുന്നു. അർജുൻ, നീ ഓഫീസിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. പക്ഷേ നീ നിന്റെ കാമുകിയുമായി ആഘോഷിക്കുന്നതിന്റെ തിരക്കിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്റെ ഓരോ നുണയും എന്റെ പ്രണയത്തെ കൊന്നുകളഞ്ഞു.
ഈ വീടും നിന്റെ സമ്മാനങ്ങളും നിനക്ക് തന്നെ ഇരിക്കട്ടെ. ഇനി നിനക്കൊരു ബാധ്യതയാവാൻ ഞാനില്ല. ഒരു കാര്യം മാത്രം ഓർക്കുക, ചതിച്ചു നേടുന്ന സന്തോഷത്തിന് ആയുസ് കുറവായിരിക്കും. നീ എന്നെ ഇനി അന്വേഷിക്കണ്ട. നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എന്നേക്കുമായി പടിയിറങ്ങുന്നു. കത്ത് മേശപ്പുറത്ത് വെച്ച് അവൾ വീടിന് പുറത്തിറങ്ങി. ടാക്സിയിൽ കയറിയപ്പോൾ അവളുടെ കണ്ണുകൾ നനഞ്ഞില്ല. പകരം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന യാത്രയുടെ ദൃഢനിശ്ചയമായിരുന്നു അവളുടെ മുഖത്ത്. അർജുൻ രാത്രി വൈകി മദ്യപിച്ചും കാമുകിയോടൊപ്പം സമയം ചെലവഴിച്ചും വീട്ടിലെത്തുമ്പോൾ ശൂന്യമായ വീടും തന്റെ പാപങ്ങളുടെ ഭാരം ഓർമ്മപ്പെടുത്തുന്ന ആ കത്തുമായിരിക്കും. അർജുൻ തോറ്റുപോയെടുത്ത് രമ്യ ജയിക്കുകയായിരുന്നു, തന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. നിശബ്ദമായ ആ രാത്രിയിൽ ടാക്സിയുടെ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ രമ്യ ഒരു ആശ്വാസം അനുഭവിച്ചു. അർജുന്റെ ചതി അവളെ തളർത്തിയില്ല, പകരം അവളെ കൂടുതൽ കരുത്തയാക്കി. ലോകം മുഴുവൻ അവൾക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നു. ഇനിയുള്ള യാത്ര അവൾക്ക് വേണ്ടിയാണ്, ജീവിക്കാൻ വേണ്ടിയാണ്.